മാർ കുറിലോസ് ഗീവർഗീസ് അച്ഛനെ സൈബർ ഫ്രോഡുകാരി പറ്റിച്ചു. 10-15 ലക്ഷം രൂപ കൊണ്ടുപോയി. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെ ചാനലുകളിലും ഒക്കെ എല്ലാവരും അദ്ദേഹത്തിന് എന്തോ ബുദ്ധി കുറവാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം പറ്റിക്കപ്പെട്ടു, അദ്ദേഹം വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ കമന്റ് ഒക്കെ എഴുതുന്നു. അല്ലെ അങ്ങനെ ഒരു ജനറലൈസേഷൻ വരും. ആ മനുഷ്യൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അത് മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാക്കി പറഞ്ഞു. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു വിക്ടിമിന്റെ കഥയായിട്ട് വേണേൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ആ സത്യസന്ധതയെ ആദ്യം മാനിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ കുറെ തപ്പി. ആരെങ്കിലുമൊക്കെ ഇതുപോലെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. കാര്യമായിട്ടൊന്നുമില്ല. എല്ലാവരും വലിയ ക്ലാസിഫിക്കേഷനൊക്കെ നടത്തി ഇതിനെ പലതരത്തിലുള്ള ഫ്രോഡുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഡെഫിനേഷനൊക്കെ കൊടുത്തല്ലാതെ കാര്യമായിട്ടൊന്നും ഒരു അനുഭവങ്ങളൊന്നും ആരും ഷെയർ ചെയ്തില്ല. അതുകൊണ്ട് ഞാനിവിടെ വരുന്ന 3 എപ്പിസോഡുകളായിട്ട് ഈ സൈബർ ഫ്രോഡുകളെ കുറിച്ച് എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് 1ാമത്തെ എപ്പിസോഡാണ്. അച്ഛന് ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനിയും പറ്റട്ടെ എന്നിട്ട് അദ്ദേഹം ഷെയർ ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛന് പറ്റിയത് പറ്റി. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഇത് പറ്റാതിരിക്കട്ടെ. എന്നെ കൊണ്ടാകുന്ന ഒരു ശ്രമം ഞാൻ നടത്തുന്നു. പ്രമോദ് പെരുമ്പായിക്കാട്. ഇവിടെ അച്ഛൻ എന്താണ് പറ്റിയത്? ബോംബെയിൽ നിന്നൊരു കോൾ വരുന്നു. സൈബർ ക്രൈമാണ്, പോലീസാണ്, ക്രൈംബ്രാഞ്ചാണ്, അല്ലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കേസുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ ട്രാപ്പിലാക്കി. ഇതാണല്ലോ സംഭവിച്ചത്. കാശും കൊണ്ടുപോയി. ഞാൻ പറയുന്നില്ല ഇതുപോലത്തെ പല കോളുകളും എൻ്റെ സുഹൃത്തുക്കൾക്ക് വന്നതാണ് എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് വന്ന പല കോളുകളുണ്ട്. ഞാൻ ഇതിനെയൊക്കെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്തു എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ ചെയ്യാം. ഒരു കോൾ വരുന്നു രാവിലെ 10 മണിയാകുമ്പോൾ. നിങ്ങളുടെ ഈ നമ്പർ ഒരു കേസിൽ പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ ബാന്ദ്ര വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉടൻ ഹാജരാകണം. 24 മണിക്കൂറിന് ഹാജരാകണം. ഇല്ലെങ്കിൽ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇതായിരിക്കും ഒരുപക്ഷെ മെസ്സേജ്. ഈ ബോംബെയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ പേര് പറഞ്ഞായിരിക്കും ഇത് തുടങ്ങുന്നത്. ഇവരിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിയാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ നമ്പരോ, ഈ നമ്പരോ? ഞാൻ ബോംബെക്കൊന്നും പോയിട്ടില്ല ഈ അടുത്ത കാലത്ത് എന്നായിരിക്കാം പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്, പറയുന്നത്. അപ്പോൾ അവർ വേറൊരു നമ്പർ പറയുകയാണ്. ഈ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്, നിങ്ങളുടെ പേരിലാണ് ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ അഡ്രസ്സിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പറയും, ഇല്ല, ഞാൻ അങ്ങനെ ഒരു നമ്പർ എടുത്തിട്ടില്ല. നിങ്ങളുടെ കമ്പനിയിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രോഡ് പരിപാടി കാണിച്ചായിരിക്കും. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഏതെങ്കിലും ID പ്രൂഫ്, ആധാർ കാർഡ് എവിടെയെങ്കിലുമൊക്കെ ഓൺലൈൻ പർച്ചേസിനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലാത്ത ആരാ ഉള്ളത്? മൊബൈൽ യൂസ് ചെയ്യുന്നവർ മിക്കവാറും എല്ലാവരും തന്നെ അവർക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ച് കാണും. നമ്മൾ അറിയാതെ എങ്ങ് സമ്മതിക്കും, ശരിയാണ്, ഞാൻ യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ ഏതെങ്കിലും സൈബർ ഫ്രോഡുകാർ നിങ്ങളുടെ ഈ നമ്പർ ഉപയോഗിച്ച്, നിങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച്, നിങ്ങളുടെ ID പ്രൂഫ് ഉപയോഗിച്ച് വേറെ നമ്പർ എടുത്തിട്ടുണ്ടാകാം. എന്തായാലും നിങ്ങൾ കേസിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാണ് നമ്മളെ ട്രാപ്പിലാക്കുന്നത്. അച്ഛന് പറ്റിയത് ഇതാണ്. അദ്ദേഹത്തിനെ ഒരു കേസിൽ പെടുത്തി എന്ന് പറയുന്നു. ഇവിടെ എന്താണ്? ഒരു ഫോൺ നമ്പർ വേറെ ആരോ നിങ്ങളുടെ ID പ്രൂഫ് ഉപയോഗിച്ച് ഫോൺ വാങ്ങിച്ചിട്ട് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു. നിങ്ങളിപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ പെട്ടുകിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു നേരവോ എന്ന് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒന്ന് പേടിച്ചു പോകും. ഇതെന്തോ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതിനകത്ത് എങ്ങനെയാണ് ഊരുന്നത്? ഇങ്ങനെ വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഫോൺ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ വീണ്ടും വിളിക്കും. പോലീസാണോ, CBI ആണോ, ക്രൈംബ്രാഞ്ച് ആണോ, അവന് ഉറപ്പായിട്ട് നിങ്ങളെ വീണ്ടും വിളിക്കും, അല്ലേ? അതല്ലെങ്കിലോ അവർക്ക് മനസ്സിലാവും ഈ കോൾ ആ കസ്റ്റമർക്ക്, അതായത് നമുക്ക് മനസ്സിലായി അവൻ അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്താണ്, അവരാ കോൾ പിന്നെ വിളിക്കില്ല. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം, കൂടുതൽ തല പോയിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യം ഇങ്ങനൊരു കോൾ വന്നാൽ കട്ട് ചെയ്യുക. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ID പ്രൂഫ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ കാർഡ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ വല്ല ഇൻകം ടാക്സിന്റെയോ സെയിൽ ടാക്സിന്റെയോ ഒക്കെ എന്തെങ്കിലും ചില്ലറ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുവാൻ, പോലീസിനെ അറസ്റ്റ് ചെയ്യാനോ ഒരു കേസിൽ പെടുത്താനോ ഒക്കെ പോലീസിന് നേരിട്ട് വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ ഒരു ലെറ്റർ സെർവ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരുടെ പേരിലും കേസെടുക്കാൻ പറ്റില്ല. ഒരു പോലീസുകാരനെ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വാ, സ്റ്റേഷനിൽ വന്നോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു ക്രിമിനൽ അല്ല. നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഡിജിറ്റൽ കോടതിയാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സഹായിക്കുക എന്ന് വരുമ്പോൾ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളിക്കളയാനുള്ള എല്ലാ അവകാശമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഡ്രസ് ഉള്ള ആളല്ലേ? വരട്ടുന്ന ലെറ്റർ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തിനും ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കുന്നു? ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, ഈ സൈബർ ഫ്രോഡുകളെ മനസ്സിലാക്കാനായിട്ട് വളരെ വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. ഇവർ നമ്മളെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്ന 2-3 കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാത്തതായിരിക്കും. ഒന്ന്, നിങ്ങളുടെ പേരിൽ മറ്റൊരു ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട്, വേറെ ആരോ എടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം ആരാ എടുത്തിരിക്കുന്നത്, എന്നിട്ട് ആ നമ്പറിന്റെ ബില്ലൊന്നും എനിക്ക് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ നമ്പർ എൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈയിടെ എയർടെലിലോ അല്ലെങ്കിൽ ജിയോയിലോ എവിടെയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊന്നും എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ്, ഇവന്റെ ഫോൺ കട്ട് ചെയ്യുക, അതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത് നിങ്ങൾക്ക് ഇനിയും അങ്ങനെ കട്ട് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. അടുത്ത എന്താണ് പറയേണ്ടത്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ ഉണ്ട്, കോടതിയാണ്, കോർട്ടാണ്, CBI ആണ്, ക്രൈംബ്രാഞ്ച് ആണ്, എന്ത് കൊന്തലും ആയിക്കോട്ടെ, എൻഫോഴ്സ്മെന്റ് ആയിക്കോട്ടെ, സെയിൽ ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് പേര് വേണേൽ പറഞ്ഞോട്ടെ, ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് വേണേൽ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അവരോട് ചോദിക്കാൻ പറ്റുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, എങ്കിൽ ആ ലെറ്റർ എന്റെ വീട്ടിൽ സെർവ് ചെയ്യൂ, എന്റെ അഡ്രസ്സിലേക്ക് അയക്കൂ. അപ്പോൾ അവന് ബുദ്ധി ഇല്ലെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിലല്ല, ബുദ്ധി ഇല്ലെങ്കിൽ അവൻ എടുത്തിയാട്ടത്തിന് അവൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്, ശരി നിങ്ങളുടെ അഡ്രസ് പറയൂ. നിങ്ങൾ എന്തിനാ അഡ്രസ് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്രസ് പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല. കാരണം പോലീസുകാർക്ക് പല മാർഗങ്ങളുണ്ട് നിങ്ങളുടെ അഡ്രസ് കണ്ടുപിടിക്കാൻ. അവർക്ക് ആ മൊബൈൽ നമ്പർ നോക്കിയിട്ട് അവരുടെ ആ ആപ്പ് ഉപയോഗിച്ച് അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും അവർക്ക് എടുക്കാൻ സാധിക്കും ഒഫീഷ്യലായിട്ട്. പിന്നെ എന്തിനാ അവർ നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്ന് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയും FIR ഉണ്ട്, നിങ്ങളുടെ പേരിൽ ബുക്കായിട്ടുണ്ട്. ശരി, FIR ഉണ്ടെങ്കിൽ സെർവ് ചെയ്യൂ, അയക്കൂ. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ എന്നെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നാൽ പോലും ശരി, വാ വീട്ടിലോട്ട് അയക്കാം എന്ന് പറയുക. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആദ്യം തന്നെ ലൈൻ കട്ട് ചെയ്യാം. ഒരു പോലീസും ഇന്ത്യയിലെ ഒരു നീതിന്യായ വ്യവസ്ഥയും നമ്മളെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ആർക്കും ഒരു അവകാശമില്ല. നമ്മുടെ ഭാരതം സുരക്ഷിതമായ ഒരു രാജ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണു പോകാതിരിക്കുക. വേറൊരു ഫ്രോഡാണ്, ഇതുപോലെ കോൾ വരുന്നു, നിങ്ങളോട് പേര് ചോദിക്കുന്നു, ചോദിച്ചിട്ട് വീണ്ടും ബോംബെ അല്ലെ ഡൽഹിയുടെ കാര്യം പറയുന്നു. അവർ പറയുന്നത് നിങ്ങളുടെ ഫോണിൽ മിസ്റ്റർ നരേഷ് ഗോയൽ, അച്ഛൻ പറഞ്ഞ പേര് തന്നെ ഞാൻ പറയുന്നു, നരേഷ് ഗോയൽ ആയിക്കോട്ടെ, അല്ലെ വിനോദ് ഗുപ്ത ആയിക്കോട്ടെ, ഈ പേരിലുള്ളയാൾ നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്നതാണോ, അല്ലെ നിങ്ങളുടെ ബ്രദർ ആണോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഇയാൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കും വീണ്ടും, അതിനിപ്പോൾ ഞാനെന്തോ വേണം, എനിക്ക് അയാളെ അറിയില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇങ്ങനൊരു നമ്പർ തരുമ്പോഴും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഫോൺ കട്ട് ചെയ്യാം, എങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ ചോദിച്ചു പോകുന്ന ഈ നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ട് ആ നമ്പർ എഴുതി വെക്കുക. ശരി, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഫോൺ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം, ഇങ്ങനൊരു നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അകത്ത് തന്നെ കട്ട് ചെയ്തേക്കുക. അപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റി, അല്ലെ, ടെറർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നർക്കോട്ടിക് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മളെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അങ്ങനെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ? ആരും ചിന്തിച്ചു പോകും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇപ്പം എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ താമസിക്കുന്ന ആളാണെങ്കിൽ, അവർ നിങ്ങളോട് പറയുന്നത് ഈ സിറ്റിയിലെ ഇന്ന പോലീസ് സ്റ്റേഷനിൽ കുറച്ചകലെയുള്ള ഏതെങ്കിലും ഒരു സിറ്റിയുടെ പേര് പറയും. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആളോട് പറയുകയാണ് എറണാകുളത്ത് നിങ്ങളുടെ മകൻ അറസ്റ്റിലാണ്. അതല്ലെങ്കിൽ ബാംഗ്ലൂർ താമസിക്കുന്ന ആളോട് പറയും ഒരു പക്ഷേ ഹൈദരാബാദിൽ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യം, എന്റെ മകൻ രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ കസ്റ്റഡിയിലാവുന്നത് എന്ന് ചോദിച്ചാൽ, അയാൾ ഇന്ന് ഫ്ലൈറ്റ് വന്നു, എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു, അവന്റെ കയ്യിൽ അല്ലെ അവളുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതൊരു അപ്പനും അമ്മയും പെട്ടെന്ന് ടെൻഷൻ കയറാവുന്ന ഒരു കാര്യമാണ്. എത്ര നല്ല മക്കളുള്ള അപ്പനും അമ്മയാണെങ്കിൽ പോലും ഇതുപോലൊരു ന്യൂസ് കേട്ട് കഴിയുമ്പോൾ ഞെട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ലൈൻ കട്ട് ചെയ്തേക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, വരില്ല, എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരനും ഫോണിൽ കൂടെ വിളിച്ചല്ല നിങ്ങളോട് കാര്യം പറയാൻ പോകുന്നത്. അവർ നേരെ പ്രതിയുമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ടിങ്ങ് വരും, അവർക്ക് ബാക്കി തെളിവുകൾ ശേഖരിക്കാനായിട്ട്. അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ വരാമെന്ന് ആരും പറയില്ല. ആദ്യം അത് മനസ്സിലാക്കുക. പോലീസിന്റെ രീതി വേറൊന്നാണ്. പിന്നെ അച്ഛൻ പറഞ്ഞൊരു വാക്കിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. CBIയിലൊക്കെ, സിനിമയിലൊക്കെ കാണുന്ന പോലെ CBIക്കാരൊക്കെ ചോദിക്കുന്ന പോലുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചത്. ഇത് ഈ സിനിമക്കാരുടെ കുഴപ്പമാണ്. CBI ഡയറക്കുറിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട 5 സിനിമകളെ പറ്റി വന്നു, അല്ലെ? അതിനകത്തെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന ആ വലിയ സ്റ്റാർ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങ് ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ്. അത് മമ്മൂട്ടിയുടെ കഴിവാണത്. പിന്നെ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കഴിവ്. അവർക്കറിയാം നിങ്ങളൊക്കെ ഈ സിനിമകളൊക്കെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർ ആ രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വീട്ടിലോട്ട് വന്നേ, വീട്ടിൽ വന്ന് ചോദ്യം ചോദിക്കുക. ഞാൻ ആവർത്തിക്കുകയാണിത്. എല്ലാ കേസിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം, വാ വീട്ടിലോട്ട്, അല്ലെ വീട്ടിലേക്ക് നോട്ടീസ് സെർവ് ചെയ്യ്, എന്നിട്ട് നമുക്ക് നോക്കാം. അതല്ലാതെ സ്വന്തം മക്കളെ ആരും സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ അവൻ അവിടെയെങ്ങാനും പെട്ടുപോയോ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്ക് എന്തുകൊണ്ട് ഈ കോൾ വരുന്നു, എന്റെ മകന്റെ പേരും പറഞ്ഞൊരു കോൾ എനിക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഞാൻ ബോംബെയിൽ 3 മാസം മുമ്പ് പോയായിരുന്നു, അതുകൊണ്ടായിരിക്കില്ലേ ബോംബെയുമായിട്ട് ബന്ധപ്പെട്ട കോൾ എനിക്ക് വന്നത്. ഇങ്ങനെ ഒരു ചാൻസ് പലയിടത്തും ഉണ്ട്. ഇതിനൊരു കാരണമുണ്ട്. ഈ ഇപ്പോഴത്തെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓൺലൈൻ
ട്രേഡിംഗ് പ്ലാറ്റ്ഫോംകാരുടെയൊക്കെ ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്താണെന്ന് അവർക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഈ പറയുന്ന പോലെ വലിയ ടെക്നോളജി ഒന്നും ഇല്ലെങ്കിൽ പോലെ ഈസി ആയിട്ട് ഒരാളുടെ ഏജ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. ഞാനിപ്പോൾ അതിവിടെ ഷെയർ ചെയ്യുകയാണ്. പഴയ ആദ്യകാലത്തെ മൊബൈൽ നമ്പറുകൾ, അതായത് 1995 to 2000 വരെയുള്ള ആ സമയത്തുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ ഓരോ സംസ്ഥാനത്തിലും ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ 98471472 അല്ലെ 470 ഈ സീരീസിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ 944 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഒരു 5-6 വർഷത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സീരീസ് ഓഫ് നമ്പർ ഉണ്ട്. ഇത് പൊതുവെ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കും. കാരണം അവരുടെ നല്ല പ്രായത്തിൽ അവരെടുത്ത മൊബൈൽ നമ്പർ അവർ മാറുന്നില്ല. അവർ വർഷങ്ങളോളം അതിങ്ങനെ ആ നമ്പർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമാണ് ഈ സീരീസിലുള്ള നമ്പറുകൾ ഓരോ സ്റ്റേറ്റുകളിലെയും ഈ 98 കൂട്ടിയിട്ടുള്ള നമ്പരൊക്കെ നോക്കി, അല്ലെ 988 കൂടിയുള്ള നമ്പരൊക്കെ നോക്കിയിട്ട് എളുപ്പം ഈ സൈബർ ക്രിമിനലുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണിത്. ഇക്കാലത്തെ പല നമ്പറുകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 620 630 പലത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ 703 705 എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ആ 98 എന്നുള്ള സീരീസ് ഒന്നും ഇപ്പം കാര്യമായിട്ടില്ല. കാരണം ഇതൊക്കെ റീസെന്റ് പിന്നെ വന്ന മൊബൈൽ നമ്പറുകളാണ്. ഇതൊക്കെ ചെറുപ്പക്കാരുടെ മൊബൈൽ നമ്പറാണ്. അതുകൊണ്ട് പ്രായം കൂടിയ ആൾക്കാരെ 40കളിലുള്ള ആൾക്കാരെയോ 50കളിലുള്ള ആൾക്കാരെയോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ടെക്നോളജി ഇല്ലാതെ ഇവന്മാർക്കറിയാം. അവരത് നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കറിയാം നിങ്ങൾക്കൊരു 18, 20, 25 വയസ്സൊക്കെയുള്ള മക്കളുണ്ട്, ഉണ്ടാവും. അവർ 100 കണക്കിന് ആൾക്കാരെയാണ് ഒരു ദിവസം വിളിക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 കിട്ടിയാൽ പോരെ അവർക്ക്? അന്നത്തെ ചെലവിനുള്ള ആയില്ലേ? അവർക്കൊരു വിക്ടിമിനെ കിട്ടിയില്ലേ? അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിന് മൊത്തം ഷെയർ ചെയ്തെടുക്കാനുള്ള പൈസയായി. അപ്പൊ അച്ഛന് 15 ലക്ഷം പോയുള്ളൂ. ഇവിടെ 75 ലക്ഷം, 80 ലക്ഷം, 2 കോടി, 3 കോടി, 8 കോടിയൊക്കെ പോയവന്മാരുണ്ട്. അപ്പോൾ അവർ ഏജ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് മകനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു, അല്ലെ മകളെ കുറിച്ച് ചോദിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ AI തിരിച്ചു പോയാലും അത് വേറൊരു മാർഗ്ഗമാണ്. നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്നു. അവർ നമ്മളോട് ചോദിക്കുകയാണ്, സാറിന്റെ മൊബൈൽ നമ്പർ എത്രയാണ്? നമ്മൾ പെട്ടെന്ന് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ആവും എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ റീഡീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ പറയുക. അതിന് നമുക്കറിയാവുന്ന സൂപ്പർ മാർക്കറ്റ് അല്ലേ, അല്ലെ ജിയോയുടെ, റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ലേ, കൊടുക്കുന്നതിന് ഇപ്പൊ എന്താ തെറ്റ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇവർക്ക് ഈ കിട്ടുന്ന നമ്പറുകളെല്ലാം ഉണ്ടല്ലോ ഇവരുടെ കമ്പ്യൂട്ടറിൽ സേവ് ആകുകയാണ്. ഇവർക്ക് വേണമെങ്കിലും ഈ നമ്പർ മിസ്യൂസ് ചെയ്യാം. മറ്റുള്ളവർക്ക് ഈ നമ്പർ എല്ലാം കൂടെ ചേർത്തുള്ള ഡാറ്റാബേസ് ആയിട്ട് അവർക്ക് വിൽക്കാം. അവർക്ക് പല രീതിയിൽ അതിനെ ഉപയോഗിക്കാം. ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ സൈബർ ഫ്രോഡുകൾ ഈ നമ്പർ കളക്ട് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മളുടെ നമ്പറും കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് ഏരിയയിൽ താമസിക്കുന്നു, ഒരു സിറ്റിയുടെ ഏത് ഭാഗത്ത് താമസിക്കുന്നു എന്നുള്ളത് അവർക്ക് ഏകദേശം മനസ്സിലാകുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഐഡന്റിറ്റി അവർക്ക് നമ്മൾ അറിയാതെ തന്നെ കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ അവരെങ്ങനെയാണ് നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി വേറൊരു മാർഗം, ഒരു 6 മാസം മുമ്പ് അല്ലെ 3 മാസം മുമ്പ് നിങ്ങൾക്ക് ഒരു ഫോൺ വന്ന് കാണും. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്പർ നോക്കിയിട്ട് ഇവർക്ക് ഏജ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണോ? ഹയർ സ്റ്റഡീസിനുള്ള ലോൺ വേണോ? ലണ്ടനിൽ പോകാനായിട്ട്, കാനഡയ്ക്ക് പോകാനായിട്ട്, PG എടുക്കാനുള്ള ലോൺ വേണോ? ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ആൻസർ എന്താണ്? എനിക്ക് വേണം. രണ്ടാമത്തെ ആൻസർ എനിക്ക് വേണ്ട. അപ്പൊ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ വേണമെന്ന് പറയുമ്പോഴും അവർക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾക്ക് മക്കളുണ്ട്. മക്കളൊക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ പെട്ടെന്ന് പറയുന്നത്, എനിക്ക് ലോണിന് ആവശ്യമൊന്നുമില്ല, എന്റെ മകൻ ഇപ്പോൾ ഓൾറെഡി ദുബായിൽ സെറ്റിൽഡ്, അല്ലെ അവൻ TCC ജോലി ചെയ്യും, അങ്ങനെ എന്തെങ്കിലും. ഞാൻ എന്താ പറഞ്ഞത്? എന്റെ മകൻ ദുബായിൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ അവൻ TCSൽ ജോലി ചെയ്യാണ്, ഇൻഫോസിസിൽ ജോലി ചെയ്യാണ്. നിങ്ങൾ അറിയാതെ 1-2 സത്യം അവരോട് പറഞ്ഞുപോയി. ഇത് സ്മാർട്ടായിട്ട് നോട്ട് ചെയ്യുന്നവന്മാരുണ്ട്. ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോൾ വരുന്നു, ലോൺ വേണ്ടെന്ന് പറഞ്ഞവനോട് അവർക്കറിയാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കേണ്ടതെന്ന്. അവർ ചോദിക്കുകയാണ്, ബോംബെയിൽ നിന്ന് നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, പക്ഷെ ആ പാഴ്സലിനകത്ത് ഡ്രഗ്സ് ഉണ്ടായിരുന്നു, നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്റെ മകൻ TCSല് അല്ലെ ഇൻഫോസിസില് ബോംബെയില് അല്ലെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പാഴ്സൽ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടില്ല. ആ ശരിയായിരിക്കാം, എന്റെ മകൻ അയച്ചതായിരിക്കാം. നിങ്ങൾ അവരുടെ ട്രാപ്പിൽ വീണു കഴിഞ്ഞു. അവർ കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ പറയേണ്ടി വരും, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണമെന്ന് ചോദിച്ചാൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പരിപാടി അവിടെ ക്ലോസ് ചെയ്യുക. അവരടുത്ത ചോദ്യം ചോദിക്കുന്നു, അതെന്താ വേണ്ടാത്തത്, നിങ്ങളുടെ മകന് ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ അത് അവരോട് പറയേണ്ട ആവശ്യമില്ല. എന്തിനു പറയുന്നു? അല്ലെ എന്റെ മകൻ പ്രായമായി ജോലിയാണ്, അവൻ TCSലാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അവൻ ചോദിച്ചോ? ഇല്ലല്ലോ. 100ൽ 50 ആൾക്കാരും 60 ആൾക്കാരും ഇങ്ങനെയുള്ള ആൻസേഴ്സ് ചില പൊങ്ങച്ചം പറയാനാണെന്ന് തന്നെ കൂട്ടിക്കോ, അവരങ്ങ് പറയും എന്റെ മകൻ കാനഡയിലാന്ന് പറയും.
എന്റെ മകൻ യു കെയിലാന്ന് പറയും. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോൾ വരികയാണ്, യു കെയിൽ നിന്ന് പാഴ്സൽ വന്നു, കാനഡയിൽ നിന്ന് പാഴ്സൽ വന്നു, അല്ലെങ്കിൽ ഇൻഫോസിസിൽ നിന്ന് പാഴ്സൽ വന്നു. പെട്ടോ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞതിനെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. ഒന്ന്, നിങ്ങളുടെ ഫോൺ നമ്പർ. രണ്ടാമത്തേതും ഫോൺ നമ്പർ. മൂന്നാമത് എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടത്. 3 മാസം മുമ്പ് 6 മാസം മുമ്പ് നിങ്ങൾ നടത്തിയ ഒരു ഡിസ്ക്ലോഷർ, ഒരു വിളിച്ചു പറയൽ, ഒരു പൊങ്ങച്ചം പറച്ചിൽ, അതാണ് നിങ്ങളെ ഈ അപകടത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഇനി അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫെഡെക്സിന്റെ കൊറിയർ വന്നിട്ടുണ്ട്, അല്ല DHLന്റെ കൊറിയർ വന്നിട്ടുണ്ട്. ഫെഡെക്സ് അല്ലെങ്കിൽ DHL എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കാർഗോസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ മാസം ഒരു ഇന്റർനാഷണൽ കോൾ നടത്തിയില്ലേ? പാകിസ്ഥാനിലേക്ക് 4 കോൾ പോയി, പാലസ്റ്റൈനിലേക്ക് 2 കോൾ പോയി, ഇറാഖിലേക്ക് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.